ആ മനസ്സ് നന്നായ ബാക്കിയെല്ലാം നന്നായിരിക്കും. ഭ്രമണത്തിൽ ഹരിതയ്ക്കും നാമം ജപിക്കുന്ന വീട്ടിൽ ആരതിക്കും പിന്നെ പ്രണയവർണ്ണങ്ങളുടെ അപ്പൂനും ഒക്കെ തന്ന സപ്പോർട്ട് ഇനി പുതിയ സീരിയലിലെ പുതിയ കഥാപാത്രത്തിനും തരണം. ഹായ്, നമസ്കാരം. പുതിയൊരു പ്രോജക്റ്റിൻ്റെ ഫസ്റ്റ് ഡേ പൂജ കഴിഞ്ഞിരിക്കുകയാണ്. നമസ്കാരം. ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം, ആഘോഷ് സിനിമാസിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ദിവസമാണ്. കാരണം ഇന്ന് ഞങ്ങളുടെ പുതിയൊരു പ്രോജക്റ്റിൻ്റെ ആരംഭമാണ് സരസ്വതി മണ്ഡപത്തിൽ വെച്ച്. ജോണും സ്വാതിയുമാണ് ഇതിനകത്ത് നായകനും നായികയായിട്ട് അഭിനയിക്കുന്നത്. നന്നായി വന്നിട്ടുണ്ട് സ്ക്രിപ്റ്റൊക്കെ. ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഈ പ്രോജക്റ്റിനെ സമീപിക്കുന്നത്. എന്തായാലും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഇത് കാണണം. ഇതൊരു വൻ വിജയമാക്കണം. താങ്ക് യു. മനസ്സ് നന്നായി സൂക്ഷിക്കുക, എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുക, ബാക്കി എല്ലാ കാര്യങ്ങളും കറക്റ്റായിരിക്കും. യെസ്, അതാണ് സൗന്ദര്യത്തിൻ്റെ രഹസ്യം. സൗന്ദര്യം ഉണ്ടെങ്കിൽ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ എനിക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഇനി വരും ദിവസങ്ങളിൽ ഷൂട്ട് തുടങ്ങും. എനിക്കൊന്ന് ഏപ്രിൽ മുതലാണ് ടെലികാസ്റ്റ് തുടങ്ങുന്നതെന്ന് തോന്നുന്നു. അത് നന്നായി വരുമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, ആഗ്രഹിക്കുന്നതും. എല്ലാം ഈശ്വരൻ്റെ കയ്യിലാണ്, പ്രേക്ഷകരുടെ കയ്യിലാണ്. കഥാപാത്രങ്ങൾ ഇഷ്ടപ്പെട്ട രക്ഷപ്പെട്ടു. കഥ വളരെ വ്യത്യസ്തമാണ്. അത് ഇതുവരെ ഞാൻ എൻ്റെ കുറച്ച് എപ്പിസോഡ്സിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചു. അപ്പോൾ അത് നല്ല ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സിനിമാറ്റിക് മൂഡിലാണ്. ഒരു നോർമൽ ഒരു സീരിയൽ പാറ്റേണിനേക്കാളും കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ട് ഉള്ള ക്യാരക്ടറാണ്. അപ്പോൾ കാണണം, ഞങ്ങളുടെ കഥാപാത്രങ്ങളെ സ്വീകരിക്കണം, പ്രോത്സാഹിപ്പിക്കണം. എല്ലാം സീരിയലിന് ഒബ്വിയസ്ലി സീരിയലിനൊരു ലിമിറ്റേഷൻ ഉണ്ട്, എപ്പോഴും ഉണ്ട്. പിന്നെ കഥയും ആ സിറ്റുവേഷനും. ഇത് സീരിയൽസ് കണ്ടു തുടങ്ങി കുറേ എപ്പിസോഡ്സ് കഴിയുമ്പോൾ ആ കഥാപാത്രത്തിൻ്റെ കൂടെ എങ്ങനെ സഞ്ചരിക്കും. പിന്നെ ക്ലിഫ് ഹാങ്ങർ പോലെ ഓരോ എപ്പിസോഡിൻ്റെ ലാസ്റ്റുള്ള ഒരു മുൾമുനയിൽ നിർത്തുന്ന കഥാകൃത്തിൻ്റെ ഒരു കഴിവനുസരിച്ചാണ് ഒരു സീരിയലിൻ്റെ വിജയം വരുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇതിനുണ്ട്. ഞാൻ കുറച്ച് എപ്പിസോഡ്സായിട്ട് വായിച്ചു. അപ്പോൾ അത് ത്രില്ലിംഗ് ആയിരിക്കും. പിന്നെ മേക്കിംഗ് വൈസ് ഇപ്പം അരുൺ ഘോഷ് പ്രൊഡക്ഷനാണ്. അരുൺജൻ്റെ ഒബ്വിയസ്ലി അതൊരു ബിഗ് ബാനറാണ്, ഒരുപാട് സിനിമകളുടെ പ്രൊഡക്ഷൻ കമ്പനിയാണ്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി ഇപ്പം ഡയറക്ടോറിയൽ ടീമെന്ന് പറഞ്ഞാലും ഒരുപാട് പേരുണ്ട്. ഇപ്പം ലിനു ആൻ്റണി ഉണ്ട്, കുറുപ്പുമാർ അരിക്കുളമുണ്ട്, അജയനുണ്ട്. അങ്ങനെ ഒരുപാട് പ്രമുഖരായിട്ടുള്ള ഡയറക്ടേഴ്സാണ് ഇതിൻ്റെ പിന്നണിയിലുള്ളത്. അപ്പോൾ അതിൻ്റെ മേക്കിംഗ് വൈസ് 100% ഗ്യാരണ്ടിയാണ്. വേറെ ദേവിദാസാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ ഘടകങ്ങളും ഉള്ള ഒരു പ്രോജക്റ്റാണ്. ഇത് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയതും ആ ഒരു കഥാപാത്രത്തിൽ എന്നെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. അതൊരു പക്ഷേ എൻ്റെ ഇതിനു മുമ്പ് ഞാൻ ചെയ്ത പ്രോജക്ട്സിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഇമേജ് ആയിരിക്കാം. അതിൽ കണ്ടു എന്നറിഞ്ഞ് ആ ഒരു കഥാപാത്രം എനിക്ക് ആ സ്ക്രിപ്റ്റ് വായിക്കാൻ കിട്ടി.
അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് സ്യൂട്ടബിൾ ആണെന്ന് എനിക്ക് തോന്നി. ഓക്കെ, അപ്പം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഞങ്ങളുടെ പുതിയ പ്രോജക്റ്റിൻ്റെ പൂജയിൽ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം ഞാനൊരു 1 ഇയറിൻ്റെ ബ്രേക്കിന് ശേഷം മലയാളത്തിലോട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ അതൊരു ഭയങ്കര സന്തോഷ വാർത്തയാണ്. ഞാനൊരു തെലുങ്ക് ചെയ്തതിന് ശേഷം ഒരു 1 ഇയർ ബ്രേക്കിന് ശേഷമാണ് മലയാളത്തിലേക്ക് വരുന്നത്. അപ്പോൾ അതിന് ഭയങ്കര പ്രതീക്ഷ എനിക്കുണ്ട്. ടൈറ്റിലും ബാക്കി കാര്യങ്ങളും എല്ലാം വരുമ്പോൾ അറിഞ്ഞാൽ മതി. ഇപ്പം ഞാൻ ഒന്നും പറയുന്നില്ല. ഞങ്ങളുടെ പ്രൊഡ്യൂസർ അരുൺ ഘോഷാണ്. അരുൺ ഘോഷ് ചേട്ടനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എൻ്റെ കൂടെ ജോൺ ചേട്ടനുണ്ട്. ജോൺ ചേട്ടനാണ് ഹീറോ. ബാക്കി നമ്മുടെ ഒഫീഷ്യൽ ഡീറ്റെയിൽസ് ഒന്നും പറയാറായിട്ടില്ല. അപ്പം അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം. താങ്ക് യു സോ മച്ച്. ക്യാരക്ടറിൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ ഏജ് ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ അത് തന്നെയാണ്. പക്ഷേ ഒരു 30-40 എപ്പിസോഡ്സ് കഴിയുമ്പം ഇപ്പോഴത്തെ ഒരു ഇത് പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് കുറച്ച് ഡിഫറൻസ് വരുന്നുണ്ട്. കണ്ടറിയാം. ശരി ചേട്ടാ, അപ്പോൾ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും. താങ്ക് യു.